മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് നിർത്തിയതിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം തുടരുകയാണ്. പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇന്നലെ നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടതായി മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. സമരസമിതി അംഗങ്ങളും മത്സ്യത്തൊഴിലാളികളും പോലീസ് സ്റ്റേഷന് മുമ്പിൽ സംഘടിച്ച് നിൽക്കുകയാണ്. അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നേയില്ല. എന്താണ് വിശദാംശങ്ങൾ? നമ്പ്യാർ, കഴിഞ്ഞ ദിവസമാണ് മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് നിർത്തിയതുമായി ബന്ധപ്പെട്ട് ഹാർബർ എഞ്ചിനീയറിംഗുമായിട്ട് മത്സ്യത്തൊഴിലാളികളും സമരസമിതി അംഗങ്ങളും ഒരു നേരിയ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നാലെ ഇന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ, അതായത് ഇന്നലെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ ആ ഉറപ്പ് എല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒരു മുന്നറിയിപ്പ് നൽകാതെ മുതലപ്പുഴയിലെ ഡ്രഡ്ജിംഗ് നിർത്തിവെക്കുന്നു എന്ന ഹാർബർ എഞ്ചിനീയർ ഒരു ഉത്തരവിറക്കുന്നത്. പക്ഷേ അതിൽ വലിയ പ്രതിഷേധമാണ് രാവിലെ മുതൽ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനുശേഷം അടിയന്തരമായി സമരസമിതിയുടെ ഒരു യോഗം ചേരുകയും തുടർ സമരമൊക്കെ തന്നെ ആലോചിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് ഹാർബർ എഞ്ചിനീയറുടെ കാര്യത്തിന് അടുത്തു തന്നെയുള്ള തീരദേശ പോലീസ് സ്റ്റേഷനിലേക്ക് സമരസമിതിയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി പ്രതിനിധികളും എത്തി. കാരണം ഇന്നലെ അവരുടെ, അതായത് പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു കുറച്ച് ഉറപ്പുകളൊക്കെ തന്നെ ഈ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയത്. അതുകൊണ്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ തുടർ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികളും സമരസമിതി അംഗങ്ങളും ഒക്കെ തന്നെ പോലീസിന്റെ അരികിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ പോലീസുമായി നടത്തിയ ചർച്ചയിൽ അല്പസമയത്തിനകം തന്നെ ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കാമെന്നുള്ള ഒരു തീരുമാനമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ തുടർ ദിവസങ്ങളിലൊക്കെ തന്നെ ഡ്രഡ്ജിംഗ് സുഗമമായി കൊണ്ടുപോകാനുള്ള നടപടികൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ സമരസമിതിക്കും പോലീസ് ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ സ്റ്റേഷന് മുമ്പിൽ നിന്നും പിരിഞ്ഞു പോയിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഡ്രഡ്ജിംഗ് നിർത്തിവെക്കാനാണ് ഈ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് തീരുമാനമെടുക്കുന്നതെങ്കിൽ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് മത്സ്യത്തൊഴിലാളികളും സമരസമിതിയും തീരുമാനമെടുക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, മൺസൂൺ കാലവർഷം എത്തിച്ചേരാൻ പോവുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു മൺസൂൺ എത്തിയാൽ വലിയ തോതിലാണ് മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. ആ സാഹചര്യം നിലനിന്നാൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് മത്സ്യത്തൊഴിലാളികൾ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഡ്രഡ്ജിംഗ് പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വന്നാൽ, ആ മണൽ നീക്കം വീണ്ടും നിർത്തിവെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്നതാണ് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് ഡ്രഡ്ജിംഗ് ഒരു കാരണവശാലും നിർത്തരുത് എന്ന ആവശ്യം മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും സർക്കാർ മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർ നിസ്സംശയം പറയുകയാണ്. കാരണം നേരത്തെയൊക്കെ തന്നെ നമ്മളോട് പ്രതികരിച്ച മത്സ്യത്തൊഴിലാളി പ്രതിനിധികളും അതുപോലെ തന്നെ സമരസമിതി പ്രതിനിധികളും എല്ലാം തന്നെ പറഞ്ഞത് ഈ മുതലപ്പുഴ പങ്കിടുന്ന രണ്ട് തീരദേശ മണ്ഡലങ്ങൾ, അതായത് ഒന്ന് വർക്കലയും അതുപോലെ തന്നെ ഒന്ന് ചിറയൻകീഴുമാണ്. അവിടുത്തെ രണ്ട് നിയമസഭാ സാമാജികരും എംഎൽഎമാരും ഈ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ കാര്യമായി ഇടപെടുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു സഹായവും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് പൂർണ്ണമായും ഉൾപ്പെടുന്ന പാർലമെന്റ് അംഗം എന്ന നിലയ്ക്ക് ആറ്റിങ്ങൽ പാർലമെന്റ് അംഗം അടൂർ പ്രകാശ് ചില കാര്യങ്ങളൊക്കെ പാർലമെന്റിൽ സംസാരിച്ചു ചോദിച്ച സമരസമിതി അംഗങ്ങളുമായോ അല്ലെങ്കിൽ സമരസമിതിയുമായോ എന്തെങ്കിലും ഒരു ചർച്ച നടത്താൻ തയ്യാറായിട്ടില്ല എന്നൊരു ആരോപണം കൂടി സമരസമിതി മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം മുതലപ്പുഴയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഡ്രഡ്ജിംഗ് പൂർണ്ണമായും നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് അത് വലുതായിരിക്കും. നമ്പ്യാർ.